എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഒരു ദിവസം എന്തുമാത്രം കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. ഓരോ ദിവസവും അക്ഷരങ്ങളിലൂടെ എന്തുമാത്രം ആശയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചില പുസ്തകങ്ങൾ ശീർഷകങ്ങൾ കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു കൗതുകമെങ്കിലും നമ്മുടെ ഉള്ളിൽ നിറയ്ക്കും. ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നതും അങ്ങനെയൊരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് നമുക്ക് വായിക്കാം. പുസ്തകം എഴുതിയിരിക്കുന്നത് ഫാദർ എബി നെടുങ്കളം MCBS ആണ്. വിമല പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ സെബാസ്റ്റ്യൻ പള്ളിത്തോട് അവതാരികയിൽ പറയുന്നുണ്ട്, അസാധാരണത്വം ഒട്ടുമില്ലാത്ത എന്നാൽ തീർത്തും സാധാരണമല്ലാത്ത ഒരു പിടി കുരുന്നുകുറുപ്പുകളുടെ സമാഹാരമാണ് ഈ ചെറു പുസ്തകം. ഇയാൾ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്ത അനുഭവജ്ഞാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും അടരുകൾ ഇവയിൽ എമ്പാടും തെളിഞ്ഞു കാണാം. അവയിലാകട്ടെ കൃത്രിമത്വം അശേഷമില്ലതാനും. ഒരാൾ ധ്യാനത്തിലിരിക്കുമ്പോഴും അയാളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോഴും വരണ്ട കാഴ്ചകൾ കാണാൻ കഴിയുമാറ് തുറന്നിരിക്കുന്നത് പോലെ. ഒരു ഉദാഹരണം നോക്കുക. ക്രിസ്തു എന്ന പച്ച മനുഷ്യൻ്റെ ഇഷ്ടങ്ങളുടെ നേർവരയ്ക്ക് നടുവിലൂടെ പിതാവായ ദൈവം തൻ്റെ ഇഷ്ടത്തിൻ്റെ വര വരച്ചു. ക്രിസ്തുവിൻ്റെ ഇഷ്ടവും അതിനു മുകളിലൂടെ വരച്ച പിതാവിൻ്റെ ഇഷ്ടവും ഒന്നിച്ചു ചേർന്ന രൂപം കൊണ്ടാണ് കുരിശ് രൂപപ്പെടുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും സംഗമ സ്ഥലം. പിന്നെ ക്രിസ്തു തൻ്റെ ഇഷ്ടമായ ഒറ്റവരയെ ഇഷ്ടപ്പെട്ടില്ല, മറിച്ച് പിതാവിൻ്റെ ഇഷ്ടം കൂടി കൂട്ടിവരച്ച കുരിശിനെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാരം മുഴുവൻ ചുമന്നുകൊണ്ട് അവൻ നടന്നു. പിന്നെ അതിലേക്ക് സ്വന്തം ജീവനും ചേർത്ത് വെച്ചു. ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് എഴുത്തുകാരൻ അത്ഭുതപ്പെടുത്തുകയാണ്. അതാണ് അവതാരികയിൽ സെബാസ്റ്റ്യൻ പള്ളിത്തോട് നമ്മോട് പറഞ്ഞു തരുന്നത്. ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ 15 അധ്യായങ്ങളിലൂടെ 15 ചെറിയ അധ്യായങ്ങളിലൂടെ എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പല കാര്യങ്ങളും. വായന കേൾവിയാണ്. അത് എഴുതി വച്ചവനെയും അവൻ പറഞ്ഞു പോകുന്ന മൊഴികളെയും അക്ഷരങ്ങളിൽ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ചിന്തകൾ, കേട്ടാലും കേട്ടാലും മതിവരാത്ത നല്ല വിചാരങ്ങൾ. ഒരു കവിതയുടെയോ ഒരു കഥയുടെയോ ഓരോ വായനയും ചിലപ്പോഴൊക്കെ പുതിയ വെളിച്ചങ്ങളും ആശയങ്ങളും സമ്മാനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ആശയങ്ങളുടെ ആകാശം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളാണ്. ഈ 15 അധ്യായങ്ങളും ഇങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു ആകാശം പോലെ വിസ്തൃതമായ ആശയങ്ങളുടെ ലോകത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങൾക്ക് നന്മ വിചാരങ്ങളുടെ മൺചിരാതുമായി യാത്ര ചെയ്യാനുള്ള ഒരു പ്രേരണയും ഈ പുസ്തകം ഒളിച്ചു വെച്ചിട്ടുണ്ട്. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെയും ആശയങ്ങളുടെയും കുത്തൊഴുക്കുകളോ ഉത്തരം കിട്ടാത്ത സങ്കീർണമായ പ്രഹേളികയോ ഒന്നുമില്ല ഈ പുസ്തകത്തിൽ. ഒരു സാധാരണക്കാരൻ്റെ വായനാ പുസ്തകമെന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ഇന്നലകളെ ഓർമ്മിക്കാനും ഇന്നുകളിൽ നന്നായി ജീവിക്കാനും നാളകളെ നന്മകളാക്കാനുമുള്ള വീണ്ടുവിചാരങ്ങൾ സമ്മാനിക്കുന്ന ഒരു ചെറിയ പുസ്തകമാണ് നമുക്ക് വായിക്കാമെന്നുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ വരികളിൽ ഇദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കെന്നെ മനസ്സിലാക്കാനും എനിക്ക് നിന്നെ മനസ്സിലാക്കാനും ഇനി മുതൽ വായന വഴികളിൽ ഒരുമിച്ചാകാം, ഒരുമിച്ചു നീങ്ങാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ പുസ്തകത്തിന് ഇങ്ങനെയൊരു പേര് കൊടുത്തത്, നമുക്ക് വായിക്കാം. നിനക്കെന്നെ മനസ്സിലാക്കാനും എനിക്ക് നിന്നെ മനസ്സിലാക്കാനും ഇനി മുതൽ വായന വഴികളിൽ ഒരുമിച്ചാകാം, ഒരുമിച്ചു നീങ്ങാം. ഓരോ വായനക്കാരനും എഴുത്തുകാരനോടൊപ്പം ഇത് വായിച്ചെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒട്ടും സങ്കീർണമല്ലാത്ത വളരെ ലളിത ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈ പുസ്തകത്തെ മനോഹരമാക്കിയിട്ടുണ്ട് എഴുത്തുകാരൻ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഇടത്തേക്കുള്ള ഒരു ശക്തമായ സാന്നിധ്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടത്തിൽ ഊന്നിയ ജീവിതം അടിസ്ഥാനമൊക്കെ നമുക്കുണ്ടാകണം. ഒന്നാമത്തെ അധ്യായം അതിനെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഒരു അനിവാര്യതയാണ് ഇടങ്ങൾ. ഇടങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് താമസിക്കാനുള്ള സ്ഥലമോ വീടോ കെട്ടിടങ്ങളോ അല്ല. ഒരുപക്ഷെ വസിക്കാനുള്ള സ്ഥലങ്ങളെക്കാൾ പ്രധാനമാണിത്. പറയാനുള്ള ഇടം, കേൾക്കാനുള്ള ഇടം, അങ്ങനെയുള്ള ഇടങ്ങൾ ഒരിക്കലെങ്കിലും അന്വേഷിക്കാത്തവർ ഉണ്ടാവില്ല.
പറയാനും കേൾക്കാനുമുള്ള ഒരു ഇടം. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ ഇടങ്ങളാണ്. പറയാനും കേൾക്കാനുമുള്ള ഈ ഇടങ്ങൾ. എല്ലാ ഇടങ്ങളിലും നമുക്ക് കരയാനും സങ്കടങ്ങൾ പറയാനും കഴിയില്ല. മൗനം പോലും വായിക്കാൻ സാധിക്കുന്നിടത്തെ കണ്ണീരിലെ നൊമ്പരങ്ങളും സങ്കടങ്ങളും തിരിച്ചറിയാനാവൂ. ബൈബിളിൽ ക്രിസ്തു പോലും ഇങ്ങനെ ഇടങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഗത്സമനിലെ പ്രാർത്ഥനയിൽ ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കഴിയുമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റൂ. രക്തം വീർപ്പുതുള്ളിയായി തീർന്ന മനോവേദനയിൽ ക്രിസ്തു തേടിയ ഇടമായിരുന്നു പ്രാർത്ഥനയിൽ പിതാവിനോടൊത്തുള്ള ഇടം. ക്രിസ്തു എന്ന പച്ച മനുഷ്യൻ തൻ്റെ സ്നേഹിതരിലും ഇടം തേടുന്നുണ്ട്. ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട്: എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ജീവിതത്തിൽ നമുക്കുമുണ്ട് സങ്കടവേളകൾ, ദുഃഖങ്ങളൊക്കെ. ക്രിസ്തുവെന്ന ഇടത്തിലേക്ക് ചേർന്നിരിക്കാൻ, പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് അവൻ്റെ ഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ഈശോ ഗത്സമനിൽ ചേർന്നതുപോലെ നമുക്ക് ആ ഇടത്തിലേക്ക് ചേർന്നിരിക്കാൻ പറ്റുന്നുണ്ടോ? മനുഷ്യജീവിതത്തിൻ്റെ കർമ്മബന്ധങ്ങളിലും എല്ലാ അവസ്ഥകളിലും ഈ ഇടങ്ങൾ എന്ന സത്യം ഒരു അനിവാര്യതയാണ്. ആ ഇടങ്ങൾ കണ്ടുപിടിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ ആ ഇടങ്ങളിലെ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. പിന്നീട് വരുന്ന അധ്യായം ഉത്ഥാനത്തിൻ്റെ താക്കോൽ എന്ന പേരിലാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തത് ഒരുപക്ഷെ വലിയ അത്ഭുതമായിരുന്നില്ല. കാരണം അവൻ്റെ ശിഷ്യരും പുരോഹിത പ്രമുഖന്മാരും ഭരണാധികാരികളും അത് പ്രതീക്ഷിച്ചിരുന്നു. അതുതന്നെയുമല്ല, അവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ പലരെയും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഉയർപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്? പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുകൊണ്ട് മാത്രമാണോ അവൻ ഉയർത്തെഴുന്നേറ്റത്? അല്ല എന്നുള്ളതാണ് ചിന്ത. ഉത്ഥാന രഹസ്യത്തിൻ്റെ താക്കോൽ തേടിയുള്ള യാത്ര മറ്റൊരു ധ്യാനമുണർത്തി. എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഒരു കാൽപ്പനിക ഉത്തരം ഇങ്ങനെയുണ്ട്: പുഴകൾക്കോ പ്രകൃതിക്കോ അതുമല്ലെങ്കിൽ ഇവയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിനോ മണ്ണിനോടും മരങ്ങളോടും മനുഷ്യനോടുമുള്ള പ്രണയമാണ് മഴത്തുള്ളികളായി പിറക്കുന്നത്. പുഴയും കടലും വെന്തുരുകി ആവിയായി ഉയരുന്നു. തണുത്തും വിണ്ണിനും മരങ്ങൾക്കും മനുഷ്യനും ദാഹമകറ്റുന്ന നീരായി, ജീവനായി ഭൂമിയിലേക്ക് നിപതിക്കുന്ന മഴത്തുള്ളിയെക്കുറിച്ച് ഒരു ധ്യാനം. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് പിന്നിലും ഇങ്ങനെയൊരു പ്രണയമുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രണയം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോടും പിന്നെ എന്നോടും നിന്നോടും നമ്മോട് ഓരോരുത്തരോടുമാണ്. അതാണ് ഉത്ഥാനത്തിൻ്റെ താക്കോൽ. അവൻ നമ്മെ ഓരോരുത്തരെയും പ്രണയിക്കുന്നതുകൊണ്ട്, പിതാവിൻ്റെ ഹിതത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവൻ ഉത്ഥാനം ചെയ്തു. അല്ലെങ്കിൽ സഹന മരണ ഉത്ഥാന രഹസ്യങ്ങളിലേക്ക് അവൻ കടന്നു പോകുന്നു. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന വഴികളിൽ ചിലപ്പോഴൊക്കെ ക്രിസ്തുവിലെ പച്ച മനുഷ്യൻ വെളിപ്പെടുന്നുണ്ട്. സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ഓർത്ത് വ്യാകുലപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന് ഗത്സമനിലെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ചിത്രം അതുതന്നെയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. അവിടെ ക്രിസ്തുവിനിലെ പച്ച മനുഷ്യനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാം. സുവിശേഷത്തിൽ ക്രിസ്തു ചൊല്ലി മാതൃക നൽകുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ക്രിസ്തു മാത്രമല്ല, നാം എല്ലാവരും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ പ്രാർത്ഥനയുടെ ഏതെങ്കിലും പ്രകരണഭേദങ്ങൾ ഉരുവിടുന്നവരാണ്. വരികളിൽ വ്യത്യാസമുണ്ടാകുമെന്നേ ഉള്ളൂ. സംക്ഷിപ്തം മുകളിൽ പറഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന തന്നെയായിരിക്കും: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ഉത്ഥാനത്തിൻ്റെ താക്കോൽ അത് നമ്മെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, നമ്മെ ക്രിസ്തു ഇന്നും സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ പ്രത്യാശയുടെ വലിയ അത്ഭുതങ്ങൾ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ക്രിസ്തു പ്രാർത്ഥിച്ചു, പക്ഷേ ക്രിസ്തുവിനു വേണ്ടി പിതാവ് കരുതിയിരുന്ന പീഡാനുഭവങ്ങളും ദുരിതങ്ങളും മാറിയില്ല. പക്ഷേ ക്രിസ്തു കൂട്ടിച്ചേർത്ത പ്രാർത്ഥന കൊണ്ട് സംഭവിച്ച അത്ഭുതം മറ്റൊന്നായിരുന്നു. തൻ്റെ പീഡാനുഭവങ്ങളെയും ദുരിതങ്ങളെയും കുരിശുമരണത്തെ പോലും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ ക്രിസ്തുവിന് കഴിയുകയാണ്. പ്രണയത്തിന് ചിലപ്പോൾ മരണത്തെ പോലും തോൽപ്പിക്കാൻ കഴിയുമെന്ന് കേട്ടിട്ടില്ലേ? പ്രണയം അല്ലെങ്കിൽ പ്രണയത്തിലൂടെ മരണത്തെ പോലും തോൽപ്പിച്ച ക്രിസ്തു ഉത്ഥാനത്തിൻ്റെ താക്കോൽ നമുക്ക് സമ്മാനിക്കുകയാണ്. ഈ പുസ്തകത്തിൽ
മനോഹരമായ മറ്റൊരു അധ്യായത്തിൻ്റെ പേര് പേരുകൾ കൊണ്ടൊരു പുസ്തകം എന്ന പേരിലാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ബൈബിളാണ്. ബൈബിളിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം പേരുകൾക്ക് പിന്നിലും ഹൃദയസ്പർശികളായ സംഭവങ്ങളുണ്ട്. ഇവരിൽ ബഹുഭൂരിപക്ഷവും ദൈവത്തിൻ്റെ ഓർമ്മയിൽ ഇടം കിട്ടാൻ ഭാഗ്യം ലഭിച്ചവരും ചിലരെല്ലാം അവരുടെ ഓർമ്മകളിൽ ദൈവത്തിന് ഇടം കൊടുത്തവരുമാണ്. ദൈവം ഓർമ്മയിൽ ഹൃദയത്തിൽ ഇടം കൊടുത്തവരുടെയും ദൈവത്തിന് ഓർമ്മയിലും ഹൃദയത്തിലും ഇടം കൊടുത്തവരുടെയും പേരുകൾ ബൈബിളിൽ എഴുതപ്പെട്ടു. ബൈബിൾ പോലെയുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇതുപോലെയുള്ള പേരുകളെയും വ്യക്തികളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദൈവമനുഷ്യ സ്നേഹത്തിൻ്റെ നാൾ വഴികൾ രേഖപ്പെടുത്തിയപ്പോൾ മനുഷ്യരുടെ പേരുകൾ എഴുതി ചേർത്ത് അനുസ്മരിക്കപ്പെടുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇങ്ങനെയൊരു പുസ്തകം നല്ലതാണ്. അത് നന്മയാണ്. നമ്മൾ ചിന്തിക്കേണ്ടതും ഈ പേരുകളെക്കുറിച്ചാണ്. ഹൃദയത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പേരുകൾ ഓരോ ഹൃദയമിടിപ്പിലും ഓരോ ശ്വാസത്തിലും എഴുതി ചേർക്കപ്പെടേണ്ട പേരുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിലൊന്നാമത് ദൈവത്തിൻ്റെ പേരാകട്ടെ, പിന്നെ മാതാപിതാക്കൾ, മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ചിലപ്പോൾ അടിവരയിട്ട് ഓർമ്മിപ്പിക്കപ്പെടേണ്ട മറ്റു ചില പേരുകളും കാണും നമ്മുടെ ജീവിതത്തിൽ. ഈ പേരുകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഈ വ്യക്തികൾ നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതും. എങ്ങനെയുണ്ടോ എന്നൊരു കുശലാന്വേഷണം. വിഷമിച്ചിരിക്കുമ്പോൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞ്, ഒറ്റയ്ക്കെന്ന് തോന്നുമ്പോൾ തോളിൽ കൈയിട്ട് ഞാനുണ്ടാകുമടാ എന്ന് പറയുന്ന സൗഹൃദം, പരാജയപ്പെടുമ്പോൾ തോറ്റുപോകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ബലപ്പെടുത്തുന്ന കരുതൽ, തെറ്റിപ്പോകുമ്പോൾ സാരമില്ലടോ എന്ന് പറയുന്ന സാന്ത്വനം, ചെറിയ വിജയങ്ങളിൽ പോലും നന്നായിരിക്കുന്നുവെന്ന് അഭിനന്ദിക്കുന്ന സ്നേഹം. ഇങ്ങനെ ഒരുപാട് അവസരങ്ങളിൽ ഒത്തിരി പേർ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഒരു അനുഗ്രഹം പോലെ. ഇവരെല്ലാം ജീവിതത്തിൽ മുകളിൽ പറഞ്ഞ എഴുതി തീർക്കാനാവാത്ത പുസ്തകത്തിലും നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും അടയാളപ്പെടുത്തേണ്ട പേരുകളാണ്. ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളെ, പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഓൾഡ് ഈസ് ഗോൾഡ്. പഴയതിനോടുള്ള അനിഷ്ടം കാലവും മനുഷ്യനും ചേർന്ന് വളർത്തി വസ്തുക്കളിൽ നിന്ന് വ്യക്തികളിലേക്കും ബന്ധങ്ങളിലേക്കും പറിച്ചു നട്ടു. ഇതിൻ്റെ ബാക്കി പത്രങ്ങളായി അവശേഷിക്കുന്നതാണ് ഇന്ന് എണ്ണം പെരുകി വരുന്ന വൃദ്ധമന്ദിരങ്ങൾ. പ്രായവും കാലവും നൽകിയ ചുക്കിച്ചുളവുകളും നരവീണ പഴക്കവും വയ്യായികയും എന്നെ ഞാനാക്കുന്നതിൻ്റെ അല്ലലിലും അലച്ചിലിലും തേച്ചുമിനുക്കാൻ മറന്നുപോയ ലേപനങ്ങളുടെയും എണ്ണകളുടെയും ആകത്തുകയാണ്. എനിക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ട് സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയ മനുഷ്യരൂപങ്ങളാണ് വൃദ്ധമന്ദിരം എന്ന തലക്കെട്ടുള്ള കെട്ടിടങ്ങളിൽ അന്തിയുറങ്ങുന്നതെന്ന് ഞാൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് തളർന്നിരിക്കുന്ന കൈകൾ പിടിച്ചായിരുന്നു ഞാൻ നടന്നിരുന്നത്. ആ കൈകൾ കൊണ്ടുരുട്ടിയ ചോറുരുളയായിരുന്നു എന്നെ വളർത്തിയത്. ആ പാദങ്ങളിൽ എൻ്റെ പാദങ്ങൾ ചവിട്ടിയാണ് ഞാൻ പിച്ചവെച്ച് നടക്കാൻ പഠിച്ചതും. ഇന്ന് ബലക്ഷയമായ ആ തോളുകൾ എന്നെ ചുമന്നവയായിരുന്നു. അവരുടെ ഒട്ടിയ വയർ എൻ്റെ വിശപ്പടക്കാൻ വേണ്ടി ഏറ്റ പട്ടിണികളുടെ അടയാളമായിരുന്നു. എന്തിനേറെ, ആ കവിളുകളിലെ കണ്ണീർ ചാലുകളുടെ അടയാളം പോലും എനിക്കു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റേതായിരുന്നു. എന്നിട്ടും ഞാൻ സാഹചര്യങ്ങളാൽ നിർബന്ധിക്കപ്പെടുകയാണ് വൃദ്ധമന്ദിരങ്ങൾ തേടാൻ. വളരെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള എഴുത്താണിത്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ഈ അധ്യായത്തിൽ ഇന്ന് ഏറി വരുന്ന വൃദ്ധമന്ദിരങ്ങളെ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലേക്കും സഹോദര ബന്ധങ്ങളിലേക്കുമൊക്കെ മാറിയിരിക്കുന്ന ആ അനിഷ്ടങ്ങളെ, അല്ലെങ്കിൽ പഴയതിനോടുള്ള അനിഷ്ടത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ അക്ഷരരൂപമാണിത്. വൃദ്ധമന്ദിരത്തിൻ്റെ കൊച്ചുമുറിയിൽ അനങ്ങാൻ പോലും ആവാതെ കിടക്കുമ്പോഴും സന്ദർശനത്തിനായി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ സ്വരം കേൾക്കുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ സൗന്ദര്യം, തേജസ്സും ഈ ലോകത്ത് മറ്റൊന്നിനും ഉണ്ടാവില്ലെന്ന സത്യവും ഞാൻ മനഃപൂർവ്വം വിസ്മരിക്കുന്നുണ്ട്. സാഹചര്യങ്ങളെ പഴിചാരി നീതീകരിക്കപ്പെടുന്നതിന് മുമ്പ് ഓർമ്മിക്കണം, തീരുമാനം എൻ്റേതാണ്. ലോകത്തിൻ്റെ ചില കോണുകളിലെങ്കിലും പഴമയെയും പ്രായത്തെയും വാർദ്ധക്യത്തെയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന
മക്കളും കൊച്ചുമക്കളുമുണ്ടെന്നുള്ള സത്യം ഈ കുറിപ്പിൽ മറക്കുന്നില്ല. 5 മണിക്കൂറിൻ്റെ ഇടവേളയിൽ എന്നോട് സംസാരിച്ച 3 പേരാണ് ഈ കുറിപ്പിന് പിന്നിൽ, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന ഈ കുറിപ്പിന് പിന്നിൽ. ഒന്നാമതായി, നൊമ്പരപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ഗദ്ഗതപ്പെട്ട എലിസബത്ത് എന്നു പേരുള്ള ഒരു മുതുമുത്തശ്ശി. രണ്ടാമതായി, കൊച്ചുമക്കളുടെ സ്നേഹവും കരുതലും അറിഞ്ഞ മേരിക്കുട്ടി എന്ന ഒരു വല്യമ്മച്ചി. വല്യമ്മച്ചി ഇങ്ങനെ ഓർത്തെടുത്തു, ദൂരെ പഠിക്കുന്ന അവളെന്നും വിളിച്ചു ചോദിക്കും, കാപ്പി കുടിച്ചോ, കഞ്ഞി കുടിച്ചോ, മരുന്ന് കഴിച്ചോ, അങ്ങനെ പലതും. ഒരു ദിവസം പോലും അവൾ എന്നെ വിളിക്കാതെ ഉറങ്ങാറില്ല. അടുത്തത് മൂന്നാമത്തെയാൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നതും മറ്റുള്ളവർക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കാണിച്ചു തന്നതും ബൈബിൾ കഥകൾ പറഞ്ഞു തന്നതും വല്യമ്മച്ചിയാണെന്ന് ഇഷ്ടത്തോടെ ഓർക്കുകയും മൺമറഞ്ഞുപോയ വല്യമ്മച്ചിയുടെ സ്നേഹത്തെയും കരുതലിനെയും ഉപദേശങ്ങളെയും എന്നും ഒരുപാട് ഇഷ്ടത്തോടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന, ഇന്നും വല്യമ്മച്ചിയെ കൂടെയുള്ള സാന്നിധ്യം പോലെ സ്നേഹിക്കുന്ന ഒരു കൊച്ചുമകൾ ശിഖ എന്നു പേരുള്ള ഈ കൊച്ചു കൂട്ടുകാരിയാണ് ഈ സംഭാഷണത്തിന് തുടക്കം കുറിച്ചതും ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പുസ്തകത്തിൽ കുറിച്ചിടണമെന്ന് ഓർമ്മിപ്പിച്ചതും. ശിഖക്കുട്ടി, ഒരുപാട് നന്ദി. ഒപ്പം നിന്നെപ്പോലെയും മുകളിൽ സൂചിപ്പിച്ച വല്യമ്മച്ചിയുടെ കൊച്ചുമകളെ പോലെയും ഒത്തിരി മക്കളും കൊച്ചുമക്കളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും. മറക്കരുത്, പടിയിറക്കപ്പെടുന്ന പഴയ മനസ്സുകളുടെ കൂടെ പടിയിറങ്ങുന്നത് ഒത്തിരി പുണ്യങ്ങളും കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും സമവാക്യങ്ങളും കുഞ്ഞുമക്കൾക്ക് വഴികാട്ടികളാകേണ്ട പ്രാർത്ഥനകളുടെ പൊൻവെളിച്ചങ്ങളുമാണ്. അപ്പോൾ ജീവിതത്തിൽ മാറേണ്ടത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ്. പഴയതിനോടുള്ള അനിഷ്ടം അത് വസ്തുക്കളിൽ നിന്ന് വ്യക്തികളിലേക്ക് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഴയ ഒന്നിനെയും, അത് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളായാലും ആരായാലും, ആ ബന്ധങ്ങളെ മറക്കാതിരിക്കുക, അവരെ തള്ളാതിരിക്കുക. അപ്പോഴാണ് പഴമയുടെ വിശുദ്ധിയും പുണ്യങ്ങളുമൊക്കെ പുതിയ തലമുറയിലേക്ക് കൊടുക്കാനും അവരെ വിശുദ്ധിയുടെ പാതയെ നയിക്കാനുമുള്ള ഒരു പ്രവണതയും ബലവും നമുക്ക് കിട്ടുന്നത്. ബോധോദയം കിട്ടാനുള്ള ഒരു ഓട്ടം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും തേടിയുള്ള ഒരു യാത്ര. അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി ഓടണമെന്നില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിപ്പിക്കുന്ന സ്ഥലങ്ങൾ തേടി ഓടണമെന്നുമില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്താൽ മതി. ബോധിവൃക്ഷങ്ങൾ പലപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. എല്ലാം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് അമ്മയോട് എല്ലാം പറയുന്ന, അമ്മ പറയുന്നതെല്ലാം കേൾക്കുന്ന മക്കൾക്ക് അമ്മ ബോധിവൃക്ഷമാണ്. ചെയ്തുപോയ കുറ്റങ്ങൾ പോലും കലർപ്പില്ലാതെ ഏറ്റുപറയാൻ ഇടം കൊടുക്കുന്ന അപ്പൻ്റെ സാന്നിധ്യത്തിൽ എല്ലാം അപ്പനോട് പങ്കിടുകയും അപ്പൻ്റെ ശാസനകളെ സ്വീകരിക്കുകയും ചെയ്യുന്ന മക്കൾക്ക് അപ്പൻ ബോധിവൃക്ഷമാണ്. അപ്പോൾ ആരാണ് ബോധം നൽകുന്നത്? നമ്മുടെ ജീവിതത്തിലേക്ക് വിസ്മയം നൽകുന്നത് ആരാണ്? ശാന്തി നൽകുന്നത് ആരാണ്? ഈ ഭൂമിയിലെ നമ്മുടെ ദൈവം. എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടി ചെയ്തത് ശരിയായില്ല, തെറ്റുപറ്റി എന്ന് പറയുന്ന സൗഹൃദവും എനിക്ക് ബോധിവൃക്ഷം തന്നെയാണ്. തെറ്റും ശരിയും ചൂണ്ടിക്കാട്ടുന്ന ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക്, അവർ വിദ്യാലയങ്ങളിലായാലും ആരാധനാലയങ്ങളിലായാലും അവർ ബോധിവൃക്ഷങ്ങളാണ്. നന്മയുടെയും നേരിൻ്റെയും നിറവെളിച്ചം തരുന്ന മതഗ്രന്ഥങ്ങൾ ബോധിവൃക്ഷങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ബോധിവൃക്ഷങ്ങളുണ്ട്. ശാന്തമായി അവരുടെ അരികിലിരിക്കാനും അവർ പറയുന്നത് ശ്രവിക്കാനും അവയെ ഉൾക്കൊള്ളാനും കഴിഞ്ഞാൽ നമുക്കും ബോധോദയങ്ങളുണ്ടാകും. ഓർമ്മിക്കുക, ബോധോദയത്തിന് കാരണമായത്, അറിയപ്പെടുന്നത് ബോധോദയം ലഭിച്ചവനിലൂടെയാണ്. ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുടെ മധ്യേ ഇരിക്കുമ്പോഴാണ്, അവരെ തൊട്ടിരിക്കുമ്പോഴാണ്, അവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുമ്പോഴും ശ്രവിക്കുമ്പോഴുമാണ് നമുക്ക് ബോധം കിട്ടുന്നത്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും തേടി എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മുടെ കൂടെയുള്ള മാതാപിതാക്കളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരിൽ നിന്നും പഠിക്കുമ്പോഴാണ്, അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ബോധോദയം കിട്ടുന്നത്. വിശുദ്ധ അഗസ്തീൻ പറയുന്നുണ്ട്,
ക്രിസ്തു ലോകത്തോട് ദൈവസ്നേഹം പ്രസംഗിച്ച പ്രസംഗപീഠമാണ് കുരിശ്. 8-ാമത്തെ അധ്യായം കുരിശിനെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായവും ഇതാണ്. താൻ കുരിശിൽ വഹിക്കുന്നത് പിതാവിൻ്റെ ഇഷ്ടമാണെന്ന വിശ്വാസമാണ് കുരിശിനെ പ്രണയിക്കാൻ ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുന്നത്. വേദനയുടെയും വീഴ്ചകളുടെയും കുരിശുവഴിയിൽ ക്രിസ്തുവിൻ്റെ ധൈര്യം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് താൻ ലോകത്തിലേക്ക് വന്നത് എന്ന ചിന്തയാണ്. പ്രണയത്തോടുകൂടെ തോളോട് ചേർത്ത കുരിശുമരണവും മിഴി തുറക്കുന്നത് ഉത്ഥാനത്തിലേക്കായിരുന്നു. അന്നു മുതൽ കുരിശ് രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമായി തീരുകയാണ്. തൻ്റെ ഇഷ്ടങ്ങൾക്കു മീതെ വരച്ച പിതാവിൻ്റെ ഇഷ്ടം തീർത്ത വേദനകളോടും സങ്കടങ്ങളോടും പ്രയാസങ്ങളോടും എല്ലാത്തിനോടും ക്രിസ്തു കാണിച്ച മനോഭാവമാണ് കുരിശിനെ വിശുദ്ധമാക്കി തീർക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങളുടെ മുകളിൽ വരയ്ക്കപ്പെടുന്ന നന്മയുടെ ഇഷ്ടങ്ങളെ പ്രണയിച്ചു തുടങ്ങാം. ബുദ്ധിമുട്ടാണ് എനിക്കും നിനക്കും മാത്രമല്ല, ക്രിസ്തുവിന് പോലും. അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. പക്ഷെ ഇങ്ങനെ കൂടി ഉണ്ടായിരുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. കൂടെ നടക്കുന്നവർ അവൻ്റെ വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ കുരിശിനെപ്പറ്റി നിന്നെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ, കുരിശു വഹിച്ച് കുരിശിൽ മരിച്ച് ക്രിസ്തുവിനെ പോലെയാകുവാൻ നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരും വിശുദ്ധരാണ്. രക്ഷയുടെ വഴിയിലേക്ക് നിൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന വിശുദ്ധർ. അതുമല്ലെങ്കിൽ കുരിശ് എന്ന് തോന്നിയേക്കാവുന്ന അവരെ വിശുദ്ധീകരിക്കാനുള്ള വിളിയും ദൗത്യവും നിൻ്റേതും കൂടിയാണ്. ക്രിസ്തു കുരിശിനെ വിശുദ്ധീകരിച്ചതുപോലെ ഓരോ കുരിശും അത് തരുന്നവരും വിശുദ്ധിയുടെ മാർഗങ്ങളാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു പറഞ്ഞതുപോലെ പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിലൂടെ എഴുത്തുകാരൻ നമ്മോട് ചോദിച്ചു വയ്ക്കുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതിന് തുടർന്നു വന്ന ക്രിസ്തുമൊഴികൾ പറയാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. കുരിശ് തരുന്ന വലിയൊരു പാഠവും അതുതന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടത്തിന് മീതെ വരച്ച, കുറുകെ വരച്ച ഒരു വരയായി മാറാൻ. അത് സഹനമായാലും ദുഃഖമായാലും കണ്ണീരായാലും ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് കുരിശുകൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു സാധകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ നിൻ്റെ കുരിശാക്കണമേ, എങ്കിൽ എനിക്ക് എന്നും നിൻ്റെ തോളിൽ ചായാമല്ലോ. അവസാനം ഞാനാകുന്ന കുരിശിൽ നീ ചേർന്ന് നിൽക്കുമല്ലോ. അങ്ങനെ ഞാനും വിശുദ്ധിയുടെ രക്ഷയുടെ അടയാളമാകുമല്ലോ. നമുക്ക് വായിക്കാമെന്നുള്ള ഈ പുസ്തകം ബന്ധങ്ങളെക്കുറിച്ചുള്ള കഥ പറയുകയാണ്. ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച്, മാതാപിതാക്കളും ഗുരുക്കന്മാരും സഹോദരങ്ങളുമൊക്കെ ചേർന്നുള്ള മനോഹരമായ ആ പവിത്ര ബന്ധത്തെക്കുറിച്ച്. പിന്നീട് വരുന്ന അധ്യായം കൂട്ട്, നിർവചനമില്ലാത്ത ബന്ധം എന്ന പേരിലാണ്. ജീവിതത്തിൽ പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു സാധ്യതയാണ് കൂട്ട്. കൂട്ടിനൊരാൾ ഉണ്ടെന്ന ചിന്ത തന്നെ വലിയ ധൈര്യമാണ് നമുക്ക് ജീവിക്കാൻ. ജീവിതത്തിൽ കൂട്ട് ആഗ്രഹിക്കാത്തവരായി ആരും കാണില്ല. ക്രിസ്തു പോലും ഇത് ആഗ്രഹിച്ചിരുന്നു. ക്രിസ്തു തൻ്റെ ശിഷ്യരെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് പോലും സ്നേഹിതർ എന്നാണ്. നൊമ്പരങ്ങളുടെ അഗ്നിവൃത്തത്തിൽ നടുവിൽ നിന്ന് ഉരുകുമ്പോൾ രക്തത്തെ വിയർപ്പുതുള്ളികളാക്കി മാറ്റിയ സമ്മർദ്ദങ്ങളുടെ നടുവിൽ അവൻ തൻ്റെ പ്രിയ സ്നേഹിതരോട് ചോദിച്ചു, 1 മണിക്കൂർ നേരം നിങ്ങൾക്കെന്നോട് കൂടെ ഉണർന്നിരിക്കാനാവില്ലേ? അത്രമാത്രം സ്നേഹത്തിൻ്റെ ഭാഷയാണത്. 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ സമയമില്ലേ? ചില സമയങ്ങളിൽ കൂട്ടിനാളുണ്ട് എന്ന അനുഭവം നൽകുന്ന ബലം മറ്റൊന്നിനും നൽകാനാവില്ല. ഉദാഹരണങ്ങൾ കൊണ്ട് ഉദ്ധരിച്ചു തീർക്കാവുന്നതല്ല സൗഹൃദങ്ങൾ. കാരണം ഓരോ സൗഹൃദങ്ങളും വ്യത്യസ്തങ്ങളാണ്. സ്നേഹമെന്ന ഒറ്റ നൂലിഴയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന അത്ഭുതമാണ് സൗഹൃദം. കണക്കുകൾ സൂക്ഷിക്കാത്ത സ്നേഹമാണ് സൗഹൃദം. ഓരോ ബന്ധങ്ങൾക്കും ഓരോ ഓർമ്മകളാണ്, ഓരോ അനുഭവങ്ങളാണ്, ഓരോ കഥകളാണ്. ഇനി മുതൽ സൗഹൃദം ജീവിതത്തിൻ്റെ എല്ലാ ബന്ധങ്ങളിലും കണ്ടെത്തേണ്ടതും സൂക്ഷിക്കേണ്ടതുമായ ഒരു സാധ്യതയാകണം. അപ്പനും അമ്മയ്ക്കും സുഹൃത്തുക്കളാകാം പരസ്പരം, പിന്നെ മക്കളോടും സൂക്ഷിക്കാം സൗഹൃദം.
അധ്യാപകർ വിദ്യാർത്ഥികൾ തമ്മിലുമാകാം സ്നേഹാദരവിൻ്റെ സൗഹൃദം. ആണും പെണ്ണും തമ്മിലാകാം സൗഹൃദം. വിശ്വാസമെന്ന പുണ്യത്താലും ബഹുമാനമെന്ന സുഹൃതത്താലും ബന്ധിതമാകുന്നൊരു സൗഹൃദം. നീ സൗഹൃദമാകണം. സൗഹൃദം നിൻ ഹൃദയമിടിപ്പാകണം. സുഹൃത്തിന് നീ വഴിയാകണം, വഴിവിളക്കാകണം. അത്തരമൊരു സ്നേഹബന്ധത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് നമ്മുടെ ജീവിതം മാറുമ്പോൾ, വഴി മാറുമ്പോൾ, അവിടെ കൂടുതൽ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, പ്രതീക്ഷയുടെയൊക്കെ കിരണങ്ങൾ വീശുകയാണ്. നമുക്ക് വായിക്കാമെന്ന ഈ പുസ്തകം നമ്മൾ വായിക്കേണ്ടത് തന്നെയായ ഒരു പുസ്തകമാണ്. ഓരോ അധ്യായങ്ങളിലൂടെയും എഴുത്തുകാരൻ നമ്മോട് മന്ത്രിക്കുന്നത് അല്പം കൂടി വെട്ടത്തിൽ ജീവിക്കാൻ, അല്പം കൂടി പ്രകാശം പരത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന 15 അധ്യായങ്ങളാണ്. നമുക്ക് വായിക്കാമെന്നുള്ള ഈ പുസ്തകം നല്ലൊരു വായനാ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും നൽകുമെന്നതിൽ തീർച്ചയാണ്.